അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 136. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يقول أهلكت مالا لبدا. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ബലദിലെ 6-ാം വചനമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. മുൻ വചനങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന, ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ പേരിലാണ് അവതരിച്ചത് എന്ന് പറഞ്ഞു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. തീർച്ചയായും മനുഷ്യനെ നാം പടച്ചിരിക്കുന്നത് പ്രയാസങ്ങളുടെ മധ്യത്തിലാണ് എന്നു പറഞ്ഞ ആയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ അനാവശ്യമായി ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് നാം പറഞ്ഞിരുന്നു. അത്തരം കക്ഷികൾക്ക് ഒരു കനത്ത വാണിംഗാണ് അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ഈ വമ്പന്മാരെയൊന്നും ഒതുക്കാൻ ആർക്കും കഴിയില്ലെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഇത്തരം ഓരോ വമ്പന്മാരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിച്ചതാണ് അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. തൊട്ടടുത്ത ആയത്ത് യഖൂലു അഹ്ലക്തു മാലൻ ലുബദ. തീർച്ചയായും ഇവൻ പറയേണ്ടി വരും. യഖൂലു, ഇവൻ പറഞ്ഞു വിലപിക്കേണ്ടി വരും. അഹ്ലക്തു മാലൻ ലുബദ, ഞാൻ എത്ര പണമാണ് തുലച്ചു കളഞ്ഞത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുന്നതിലായി അവർ ചെലവഴിച്ച പണങ്ങൾ ധാരാളമായിരുന്നു. എന്തും കൊടുക്കാൻ തയ്യാറായിരുന്നു. അവിടെയാണ് അല്ലാഹു തആല ഒരു പൊതു തത്വം പറഞ്ഞുകൊണ്ട് അതും കൂടെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണ്. അനാവശ്യത്തിന് വേണ്ടി പണമെറിഞ്ഞാൽ നാളെ പരലോകത്ത് വേണ്ടി ആ പണം ചെലവഴിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ പറയേണ്ടി വരും അഖിലക്തു മാലൻ ലുബദ. സംഗതി ആയത്തിറങ്ങിയത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുതയുടെ പേരിൽ ഏതാനും ആളുകൾ പണം ചെലവഴിച്ചതിനെ കുറിച്ചാണെങ്കിലും അവരുടെ അന്ത്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും സംഗതി എല്ലാ ഭാഗത്തും ഇത് ബാധകമാണ്. എവിടെയൊക്കെ അനാവശ്യത്തിന് വേണ്ടി പണമെറിഞ്ഞിട്ടുണ്ടോ അവർ മുഴുവനും ഇങ്ങനെ ഖേദിക്കേണ്ടി വരും എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ബദർ സമരക്കളത്തിൽ വെച്ച് പരിക്കുകളേറ്റ് ഉറ്റവരും ഉടയവരുമൊക്കെ കൊല്ലപ്പെട്ട് ശത്രുപക്ഷം മക്കയിലേക്ക് തിരിച്ചുപോയി. അബൂ സുഫിയാനും ടീമുമൊക്കെ തിരിച്ചുപോയി. ശേഷം അബ്ദുല്ലാഹിബിനു അബി റബീഅയും ഇക്രിമത്തുബിനു അബി ജഹലും സുഫ്വാനുബിനു ഉമയ്യയുമൊക്കെ ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ച് അവരുടെ പിതാക്കന്മാരും മക്കളും സഹോദരങ്ങളുമൊക്കെ ബദറിൽ കൊല്ലപ്പെട്ടതാണ്. അബൂ സുഫിയാൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് കനത്ത നഷ്ടമാണ് മുഹമ്മദും കൂട്ടരും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിൽ പ്രമുഖരെയാണ് അവൻ കൊല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട്
പകരം ചോദിച്ചേ പറ്റൂ. പക്ഷേ ഫാഴീനൂന ബിഹാദൽ മാലി അലാ ഹർബി, അവനോട് യുദ്ധം ചെയ്യാൻ നമ്മുടെ കയ്യിൽ വേണ്ടത്ര സാമ്പത്തിക ശേഷിയില്ല. ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ നടക്കുന്നതല്ല. എല്ലാവരും കൂടെ ഒരു കൈ സഹായിക്കുക. ഈ സമ്പത്ത് തന്ന് നിങ്ങൾ സഹായിക്കാൻ തയ്യാറാണോ? ലഅല്ലന അൻ നുദ്രിക മിൻഹു സഇറ ബിമൻ ഉസീബ മിന്ന, നമ്മളിൽ നിന്ന് കൊല്ലപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പകരം ചോദിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അവർ പണം ചെലവഴിക്കാൻ ഞങ്ങൾ റെഡിയാണെന്നും പറഞ്ഞപ്പോൾ സംഗതി ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം പ്രത്യേകമായ ഈ സംഭവമാണെങ്കിലും സത്യത്തിൽ ഇതിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് ഒരു പൊതു നിയമമാണ്. ഇത്തരം കേസിൽ പണം എറിഞ്ഞവൻ അംഫഖ്തു മാലൽ ലുബദ എന്ന് പറഞ്ഞാൽ കസീറൻ, ധാരാളം പണം ഞാൻ തുലച്ചു കളഞ്ഞു. അഹിലക്തു മാലൽ ലുബദ, അംഫഖ്തു എന്നല്ല അഹിലക്തു. അപ്പോൾ ധാരാളം പണം, എത്ര പണമാണ് ഞാൻ തുലച്ചു കളഞ്ഞത്. അവിടെയാണ് അംഫഖ്തു എന്ന് പറയാതെ അഹിലക്തു, ഞാൻ ചെലവാക്കി എന്ന് പറയാതെ ഞാൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞത്. അനാവശ്യത്തിന് വേണ്ടി പണമെറിഞ്ഞാൽ സത്യത്തെ ഊതിക്കെടുക്കാൻ, ദീനിനെതിരിൽ അല്ലെങ്കിൽ അള്ളാഹുവും അവൻ്റെ റസൂലും പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ, അതൊരു പൊതു നിയമമാണ്. അശ്ലീലങ്ങൾക്ക് വേണ്ടി പണമെറിഞ്ഞാൽ, ഹറാമുകൾക്ക് വേണ്ടി പണമെറിഞ്ഞാൽ ഒക്കെ അങ്ങനെ തന്നെയാണ്. അവൻ പറയേണ്ടി വരും അഖിലക്തു മാലൽ ലുബദ, എത്ര പണമാണ് ഞാൻ വെറുതെ തുലച്ചു കളഞ്ഞത്. കാരണം അത് ചെലവാക്കലല്ല, അത് തുലക്കലാണ്. ജാഹിലിയ കാലത്ത് നല്ല വഴിക്ക് തന്നെ പണം ചെലവഴിച്ചിരുന്ന, കുടുംബബന്ധം ചേർത്തിയിരുന്ന, സാധുക്കളെ സഹായിച്ചിരുന്ന അബ്ദുല്ലാഹിബിൻ ജദ്ആൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെക്കുറിച്ച് ആയിഷ ബീവി ഒരിക്കൽ തിരുനബിയോട് ചോദിച്ചു, ഫഹൽ ദാലിക നാഫിഉഹു യാ റസൂലല്ലാഹ്, നബിയെ അബ്ദുല്ലാഹിബിൻ ജദ്ആൻ ഈ ചെലവാക്കുന്നതൊക്കെ അദ്ദേഹത്തിന് ഉപകരിക്കുമോ തങ്ങളെ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് ലാ യൻഫഉഹു, ഉപകരിക്കില്ല. കാരണം ഒരു ദിവസം പോലും ഇത്രയൊക്കെ പണം ഇയാൾ ചെലവാക്കിയെങ്കിലും ലിഅന്നഹു ലം യഖുൽ യൗമൻ, ഒരു ദിവസം പോലും ഇയാൾ പറഞ്ഞിട്ടില്ല റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, പ്രതിഫല നാളിൽ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് റബ്ബിനോട് പറഞ്ഞിട്ടില്ല. വെറുതെ പൊങ്ങച്ചത്തിന് വേണ്ടി പണം ചെലവഴിക്കുക മാത്രമാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി കിട്ടണമെന്ന് കരുതി ഇയാൾ പണം ചെലവാക്കിയിട്ടില്ല എന്നാണ് മറുപടി പറഞ്ഞത്. ഇതും ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ തന്നെ മഹാന്മാർ എണ്ണുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ഒരായത്തിന് തന്നെ പല അവതരണ പശ്ചാത്തലങ്ങളും ഉണ്ടാവാം. കാരണം അവതരണ പശ്ചാത്തലങ്ങൾക്ക് ശേഷമല്ലല്ലോ ആയത്തുണ്ടാകുന്നത്, അതിൻ്റെ മുമ്പേ ഉണ്ട്. ആ ആയത്തിറങ്ങുമ്പോൾ ആയത്തിറങ്ങുമ്പോൾ ചൂട് പിടിച്ച് നിൽക്കുന്ന ചില ഇഷ്യൂസ്, ഇത് മാത്രമേ അവതരണ പശ്ചാത്തലങ്ങളുടെ അർത്ഥമുള്ളൂ. ഏതായാലും ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പണം ചെലവഴിക്കുന്നത് സത്യത്തിന് വേണ്ടിയായിരിക്കണം, സത്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയായിരിക്കണം, അള്ളാഹുവും അവൻ്റെ റസൂലും പൊരുത്തപ്പെടുന്നിടത്തായിരിക്കണം. അല്ലാതെ പണം ചെലവാക്കിയാൽ അതിന് ഒന്നും കിട്ടുകയില്ല. സൂറത്തുൻ നൂറിൽ അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖിഅത്തിൻ യഹ്സബുഹു ളംആനു മാഅ. നന്ദികെട്ട വർഗത്തിൻ്റെ കർമ്മങ്ങൾ, നിഷേധികളുടെ കർമ്മങ്ങൾ, വല്ലദീന കഫറു അഅ്മാലുഹും, അവർ ചെയ്യുന്ന നല്ല നല്ല കർമ്മങ്ങൾ, അവരുടെ സുഹൃതങ്ങൾ, കസറാബിൻ ബിഖിഅ, മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയാണ്. യഹ്സബുഹു ളംആനു മാഅ, മരുഭൂമിയിലെ മരീചിക കാണുമ്പോൾ, മരീചിക എന്ന് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്ത് അങ്ങ് ദൂരേക്ക് നോക്കിയാൽ മരുഭൂമിയിൽ വെള്ളം ഇങ്ങനെ ഓളം വെട്ടി ഒഴുകുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതുപോലുള്ള മരുഭൂമിയിലെ മരീചിക പോലെയാണ് നിഷേധികളുടെ അമലുകൾ. അവർ ചെയ്ത നന്മകൾക്ക് പ്രതിഫലം കിട്ടുമെന്നവർ കരുതും. മരുഭൂമിയിൽ മരീചിക കാണുമ്പോൾ യഹ്സബുഹു ളംആനു മാഅ, ദാഹിച്ച് തൊണ്ട വരണ്ടവൻ ഇത് കാണുമ്പോൾ അത് വെള്ളമാണെന്ന് കരുതും. പക്ഷേ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ഷൈഅ, അടുത്ത് ചെന്നു നോക്കിയാൽ
ഒന്നുമുണ്ടാവില്ല. എന്നതുപോലെ നിഷേധികളും കരുതും, ഞങ്ങളും സുഹൃതമല്ലേ ചെയ്യുന്നത്, കോടികളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ലേ എന്നൊക്കെ അവർക്കും തോന്നും. പക്ഷേ അത് പടച്ച റബ്ബിൻ്റെ അടുത്തെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്തെത്തുമ്പോൾ തീർച്ചയായും ഒന്നും അവർക്ക് കിട്ടാനുണ്ടാവില്ല, ഒന്നും കിട്ടാനുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് കൊടുക്കേണ്ടത് അള്ളാഹു കണക്ക് തീർത്ത് കൊടുക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. ഇനി അതുപോലെ തന്നെ ഈ ആയത്തിൻ്റെ തന്നെ പശ്ചാത്തലമായിട്ട് ഇമാം ബൈളാവി തങ്ങൾ പറയുന്നത് യഖൂലു അഖ്ലഖ്തു മാലൻ ലുബദ എന്ന് പറഞ്ഞെടുത്ത് മാ അൻഫഖ വൽ മുറാദു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ അൻഫഖഹു സുംഅതൻ വ മുഫാഖറതൻ വ മുആദാതൻ ലിറസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തെ എതിർക്കാനും പൊങ്ങച്ചത്തിന് വേണ്ടിയും ലോകമാന്യത്തിന് വേണ്ടിയുമൊക്കെ പണം ചെലവാക്കിയാൽ അവൻ്റെയും പ്രതികരണം നാളെ ഇങ്ങനെയായിരിക്കും. അഖ്ലഖ്തു മാലൻ ലുബദ, എത്ര പണമാണ് ഞാൻ തുലച്ചു കളഞ്ഞത്. വെറും പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നവരുണ്ട്. അതിനവർ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പേര് പറഞ്ഞേക്കാം, അതിനവർ നല്ല പ്രവർത്തനങ്ങളെന്ന് പേര് പറഞ്ഞേക്കാം. പക്ഷേ സാന്ത്വനമെന്ന്, കാരുണ്യ പ്രവർത്തനമെന്ന്, റിലീഫ് പ്രവർത്തനങ്ങളെന്ന് പേര് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. നല്ല ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കണം, അപ്പോഴാണ് കൂലി കിട്ടുക, അല്ലെങ്കിൽ കൂലി കിട്ടുകയില്ല. ഇതാണ് യഖൂലു അഖ്ലഖ്തു മാലൻ ലുബദ എന്ന് പറഞ്ഞതിൻ്റെ സാരം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ, നല്ല വഴിയിൽ, അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നല്ല നിയ്യത്തോടെ പണം ചെലവഴിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അനാവശ്യത്തിന് വേണ്ടി ഒരു പണം പോലും, ഒരു കാശ് പോലും ചെലവാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.